വിശിഷ്ട വ്യക്തികളും വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ലോക്സഭാ ചാനൽ ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമുണ്ട്. രാവിലത്തെ 2 സ്കൂളിൽ പ്രോഗ്രാം കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. പോകുന്നതിന് വളരെയേറെ ധൃതിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സാറിനെ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഔപചാരിക ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാന്യനായ പോകേണ്ട അത്യാവശ്യം വളരെ കൂടുതലായതുകൊണ്ട് ആദ്യമേ നമ്മൾ ഉദ്ഘാടനം എന്ന നിലയിലുള്ള വിളക്കത്തിലേക്ക് ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ MLA നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ദീർഘകാലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ MLA വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ക്ഷണിച്ചു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചത് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്ന് സ്കൂളുകൾക്കെല്ലാം ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. ഏതാണ്ട് 3 ലക്ഷത്തിൽ വരെ വരുന്ന കുട്ടികൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ചുവട് വയ്ക്കുന്ന ദിവസമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് വിദ്യാലയത്തിലേക്ക് കുട്ടികൾ പോയതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തുടങ്ങിയ ക്ലാസ്സുകളിലേക്ക് കുറെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 8ാം ക്ലാസ്സിൽ തന്നെ 120 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ചേർന്നു. അപ്പൊ അത് നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. നിങ്ങൾ ഈ സ്കൂളിൽ വന്ന് ചേർന്നതിനുള്ള മെച്ചം 12ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ചു പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും 10ാം ക്ലാസ് വരെ പഠിച്ച് നല്ല മാർക്ക് കരസ്ഥമാക്കാമെങ്കിൽ ഈ സ്കൂളിൽ തന്നെ
നഴ്സറി അഡ്മിഷൻ കിട്ടി 12ാം ക്ലാസ് വരെ പഠിച്ചു പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയാൽ മാത്രമേ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടൂ എന്നുള്ള വലിയ പ്രതിസന്ധി നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പൊ നമ്മുടെ ബഹുമാനിയായ MLA പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റിസൾട്ട് വാങ്ങിയിട്ടുള്ള ഒരു സ്കൂളാണ് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ നിലവാരത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്കൂളായി മാറ്റിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് KN ബാലഗോപാൽ സാർ. അതുകൊണ്ട് നമ്മൾ വളരെ സമയക്കുറവാണ്. ഞങ്ങൾ പറഞ്ഞു ഗസ്റ്റുകളെ വേണം. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് വാങ്ങിയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. സാർ ഒരിക്കലും അവരെ കാണാതെ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു 5 മിനിറ്റ് എനിക്ക് 10 കൂടുതൽ പങ്കെടുക്കാനുള്ളതാണ്. ഒരുപാട് സമയം എല്ലായിടത്തും പോയാൽ എന്തൊക്കെ പരാതിയാണ്. 78 സ്കൂള് ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. എന്നിട്ട് 10 പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിടണം. നമ്മളങ്ങനെ വാക്ക് കൊടുക്കാൻ സാറെ കൊണ്ടുവന്നത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഉൾപ്പെടെ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ സ്കൂളിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അനിത മോഹൻകുമാറാണ്. കൊട്ടാരക്കര നഗരസഭയുടെ സ്വത്താണ് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന്റെ ഭരണം പൂർണ്ണമായി നിർവഹിക്കാനുള്ള അവസരം സർക്കാർ മുനിസിപ്പാലിറ്റികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം കിട്ടിയ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള സഹായവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായ ഇൻസ്ട്രുമെന്റ് അവരുടെ എന്തെങ്കിലും സ്വകാര്യമായ ഫോട്ടോഗ്രാഫുകൾ അയച്ചു കൊടുക്കാൻ ഒരിക്കലും വഴിപ്പെടും. കാരണം വാർത്തവാദം കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഏറെ സുഖപ്പെട്ട നമ്മുടെ ഒരു പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷപ്പെട്ട ആൾക്കാർ ശേഖരിച്ചിരിക്കും. പിന്നെ എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് പോലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കപടമായിട്ട് സമീപിച്ച് വീഡിയോയോ ഫോട്ടോയോ അയച്ചു കൊടുക്കാൻ പറയുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഒരിക്കലും തീർച്ചയായും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൈമാറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഫോർമൽ ഫോർമുണ്ട്. സൈബർ അബ്യൂസ് ഉണ്ടായാൽ 1830 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ നിങ്ങൾ വർദ്ധിച്ചു വയ്ക്കണം. അതിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കംപ്ലൈന്റുകൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യും. അതിനുള്ള കൃത്യമായുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സൈബർ അവയർനെസ്സിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ വികസനമാണ്. അതിൻ്റെ നല്ല വശങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അതിൻ്റെ ദൂഷ്യ വശങ്ങളിൽ പരമാവധി മാറിയില്ല. ഇത്തരത്തിൽ ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, സഹാധ്യാപകരെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധാതിഥികൾ, ഈ മീറ്റിംഗിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഇനി ലഭിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുന്ന ഒരു വാക്ക് ഈ സ്കൂളിൽ വന്നു ചേർന്ന പുതിയ കുഞ്ഞുങ്ങൾക്ക്, അത് 8-9-10 ക്ലാസ്സിൽ വന്നു ചേർന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ഹൃദയംഗമായ ഒരു സ്നേഹവും നന്ദി വരവേൽക്കുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യും, എൻ്റെ പാസ്വേഡുകളും OTP-കളും വ്യക്തിഗത വിവരങ്ങളും
മറ്റാരുമായി പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും. സുരക്ഷിതമായ ഭദ്രമായ ഡിജിറ്റൽ ലോകം നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. താങ്ക് യു. ഇവ ഏതെങ്കിലും കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കണ്ണുകളിൽ വീടുകളിൽ അണിയാൻ അവസരമുണ്ടായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയും വാക്കും പ്രവർത്തിയും മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന അവർ ഈ അങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് ഇതുപോലെ നല്ലൊരു മകനെ അല്ലെങ്കിൽ മകളെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് മാതാപിതാക്കളോട് പറയത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ പഠനവും സ്വഭാവവും രൂപീകരിക്കത്തക്ക ഒരു സൗഹൃദ അന്തരീക്ഷം, നല്ല പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഈ സ്കൂളിൽ നിന്ന് കിട്ടും. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ശ്രീധരനെ പോലെ തൊണ്ടനെ പോലെയൊക്കെ ഭാവിയിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ സ്കൂൾ കൂടുതൽ വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആശംസകൾ നൽകുന്നു. ഇത് സ്കൂളിൽ കുട്ടികൾ അവതരിപ്പിച്ച ഒരു ഡാൻസാണ് കേട്ടോ. ഇതിൻ്റെ മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം കോപ്പിറൈറ്റൊക്കെ കിട്ടിയാലോ എന്നുള്ള പേടിക്കാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ നല്ലൊരു ഡാൻസായിരുന്നു ഇത്. ഈ ഒരു പ്രോഗ്രാമിൽ നല്ല രസമുള്ളൊരു ഡാൻസായിരുന്നു ഇത് കേട്ടോ. പിന്നെ നല്ലതുപോലെ എൻജോയ് ചെയ്തു. പിന്നെ ശാലോമോനും ഈ ഒരു പ്രവേശനോത്സവത്തിന് പോയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പിന്നെ രാവിലെ പോകാനായിട്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുകയും പിന്നെ എന്നെക്കാളും വലിയ ഉത്സാഹത്തിലായിരുന്നു ആൾ. നല്ല ഒരു എനർജിയോടൊക്കെയാണ് അവൻ ഇന്ന് സ്കൂളിൽ വന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ ഡാൻസൊക്കെ ഞാനിങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ MLA കൊട്ടാരക്കര MLA ബാലഗോപാൽ സാറാണ് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും ഒരുപാട് പേരൻസും കുട്ടികളും എല്ലാം ഇതിൽ പങ്കെടുത്തു. നല്ലൊരു പ്രോഗ്രാമാക്കി ഇതിനെ മാറ്റി. പ്രവേശനോത്സവം നല്ല കളറാക്കി. പിന്നെ എന്ത് രസമായിരുന്നെന്നറിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടണം. നിങ്ങളുടെ ഹൈപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ശാലോമോനാണ് ചാനലിൻ്റെ മുതലാളി. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ശാലോമോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ് കേട്ടോ. ഇനിയും കലാപരിപാടികളൊക്കെ 1-2 കലാപരിപാടികളെ ഉള്ളായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഒരു കവിത പാടുന്നതും പിന്നെ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനങ്ങ് ബൈക്കിലായിരുന്നു ഇരുന്നത്. മോനെ കൊണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യത്തിന് ബൈക്കിൽ തന്നെയാണ് ഇരുന്നത്. ഫ്രണ്ടിൽ പോയാൽ പിന്നെ മോനെ തിരിച്ചിറക്കി കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പാടുപെടും. അതുകൊണ്ടാണ് ഞാനങ്ങ് ബൈക്കിൽ പോയിരുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക് യു.